മകളാണോ ഭർത്താവാണോ കൂടുതൽ കൂടെ നിൽക്കുന്നത് കാര്യങ്ങൾക്ക്? മകള് ഉദ്ദേശിച്ചത് ആവണിയില്ലേ? ആവണിയില്ലല്ലോ, അവള് പരീക്ഷയുടെ ചൂടില് നിൽക്കുകയാണ്. ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അയ്യോ, അതിന് അവള് മിടുക്കാം. അതെ അതെ, അവള് വീട്ടിലിരുന്ന് നല്ലോണം എനിക്ക് വേണ്ടി മീഡിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ റോഡ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഇദ്ദേഹമാണ്. പക്ഷെ അവള് എന്നോട് ഇന്നലെ രാത്രി ചോദിച്ചു കേട്ടോ, അപ്പൊ ഞാൻ കൂടെ വന്നോട്ടെ. പിന്നെ ചെറിയ മോളെ വിഷമിപ്പിക്കാൻ പറ്റില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കെ, മാത്സ് പരീക്ഷയൊക്കെ അല്ലേ, പഠിച്ചിട്ട് നമുക്ക് ഇനിയോട് എത്രയോ ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട്, നമുക്ക് ഒരു ദിവസം ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഇപ്പൊ ആളുകളെ കാണുമ്പോഴും ഒക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു അവരുടെ ഒരു ഈ പറഞ്ഞ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവണില്ല, സന്തോഷം കണ്ടിട്ട് മനസ്സിലാവണില്ല. ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ എത്ര ശക്തിയോട് കൂടി സന്തോഷം നടക്കുന്നു നീ കാണുന്നില്ല, തുന്നിച്ചാടി നടക്കുന്നത് ഞാൻ ഓടുകയാണ്. ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനർജി ഞങ്ങളെ കാണുമ്പോൾ. നമുക്കുള്ള അതേ എനർജി തന്നെ അവർക്കും ഉണ്ട്. ഒരു താരം എന്നുള്ള പരിഗണന? താരം എന്നല്ല, ആ താരത്തിന്റെ ഒരു ഇത് അവർക്ക് ഒരു ബാരിക്കേഡ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അഞ്ചിലെ അടുത്ത് പോയപ്പോ ആ ബാരിക്കേഡ് ഉടഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരാളായിട്ട്. അതായിരുന്നു. സാധാരണ ഒരു സിനിമാ സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന നിങ്ങൾക്കറിയാലോ. കോമൺ ആയിട്ടാണ് ഇപ്രാവശ്യം കുറെ പേര് സെലിബ്രിറ്റീസ് ഇന്ത്യയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അതിനൊരു കാരണം? പാർട്ടിയോട് ചോദിക്കണം, കാരണം അവർക്കല്ലേ അറിയുള്ളൂ അതിന്റെ ഒരു എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. എല്ലാം നല്ലതിനാവാന്ന് വിചാരിക്കാം. നമുക്കിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും അത് ട്രോളിലേക്ക് നീങ്ങുന്നത് കൊണ്ട് നമ്മൾ അതിനൊന്നും ഒരു കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ നന്നായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ആ ഒരു എങ്ങനെ നല്ല ഇവിടുത്തെ പ്രോബ്ലംസ് എല്ലാം പഠിച്ചുകൊണ്ടും നമ്മൾ കാറിലിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ട്രാവൽ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തയിലെ ഡിസ്കഷൻ. എല്ലാം ഭംഗിയാക്കാം. ഈ മറ്റേ ചക്ക എന്നുള്ളൊരു ചിഹ്നം ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? ചക്കട്ടുള്ളില്ലേ എന്തൊക്കെ വിഭവങ്ങളുടെ ചക്ക കൊണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം ചക്കയെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ചക്ക പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ചക്ക ഇഷ്ടപ്പെട്ട മലയാളിയില്ലല്ലോ. അതെ, നിങ്ങൾക്ക് ഇഷ്ടല്ലേ? എല്ലാവർക്കും ആ ഒരു ചിഹ്നം മനസ്സിലേക്ക് കടത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും. എല്ലാ രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാനുള്ള പവർ ചക്കയ്ക്കുണ്ട്. ആ ചക്കയുടെ പവർ ഞങ്ങൾക്കും ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾക്ക് വിനോദേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാം.